ഉടനെ തന്നെ എടുത്ത വായിൽ അദ്ദേഹം ഒരു സമർപ്പിക്കപ്പെട്ട സുവിശേഷകനാണ്. ഈ മണിമലയിൽ പാസ് ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് തന്നെ അദ്ദേഹം വന്ന ഒരു പ്രാവശ്യം എൻ്റെ ചെറുപ്പത്തിൽ അദ്ദേഹം പറയുന്നത് എൻ്റെ ചെറുപ്പത്തിൽ പാസ് ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് അദ്ദേഹം പരസ്യയോഗം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ക്രൈസ്തവരായിരിക്കുന്ന പലരും മറ്റ് ഇതര നാമധേയ വിശ്വാസത്തിലായിരിക്കുന്ന പലരും ഒരുമിച്ച് കൂടി വന്നിട്ട് ഈ ദൈവദാസനെ ആക്രമിക്കുവാനായിട്ട് ഒരുങ്ങി. അന്ന് ഒരു സൈക്കിളിൽ വാക്യങ്ങളൊക്കെ എഴുതി വെച്ച് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇദ്ദേഹം അവിടെ സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മദ്യപാനികളായിരിക്കുന്ന ചില മനുഷ്യരാണ് അവരെല്ലാം ഓടിക്കൂടി ആ ഉപദ്രവിക്കാൻ വന്ന ആൾക്കാരെ ഓടിച്ചു വിടുകയും ഈ ദൈവദാസനെ വേറൊരു ജീപ്പിലേക്ക് കയറ്റി പറഞ്ഞു വിടുകയും ചെയ്തു എന്ന് ഞാൻ കേൾക്കുവാനിടയായി. What a legacy it is behind his life. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പിൻഭാഗെ അദ്ദേഹം വെച്ചിട്ട് പോയ എത്ര മാതൃകപരമായ ഒരു പ്രവൃത്തിയാണ് നമുക്ക് കേൾക്കുവാനിടയായത്. വെളിപ്പാട് പുസ്തകം അതിന്റെ ഒരു വാക്യം മാത്രം വായിച്ച് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം അതിന്റെ 14-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുവാനിടയാകും. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടർന്നു എന്ന് ആത്മാവ് പറയുന്നു. സ്തോത്രം. അദ്ദേഹം ഒരു സുവിശേഷകനായിരുന്നത് കൊണ്ടും കേവലം ഒരു സുവിശേഷകനല്ല, സമർപ്പിക്കപ്പെട്ട, he was committed a servant of God. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ അന്തിമ ശ്വാസം നിലയ്ക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ ഉള്ളം പറഞ്ഞൊരു കാര്യമാണ്, താൻ പ്രഘോഷിച്ചതായ കർത്താവായ യേശു ക്രിസ്തുവിനെ ആ സുവിശേഷം പ്രസംഗിക്കപ്പെടണം. ഇന്ന് ഇവിടെ ഒരു ശവസംസ്കാര ശുശ്രൂഷ നടക്കുന്നുവെങ്കിലും സുവിശേഷം പറയപ്പെടാത്ത ഒരു ശുശ്രൂഷ വേണ്ട. ഇവിടെ കൂടി വന്നിരിക്കുന്ന ജനങ്ങൾ, പരിസര പ്രദേശങ്ങളിലുള്ള ദൈവദാസന്മാർ, കുടുംബത്തിലുള്ള അംഗങ്ങൾ, എന്റെ ശബ്ദം എവിടെയെല്ലാം കേൾക്കുന്നുവോ, ആരൊക്കെ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നു, അവരോട് ഓൺ ബിഹാഫ് ഓഫ് ദിസ് സെർവന്റ് ഓഫ് ഗാഡ് ലെറ്റ് മീ സേ ദാറ്റ് ഈ ദൈവദാസൻ പ്രസംഗിച്ച സുവിശേഷം അത് സത്യസുവിശേഷമാണ്. കർത്താവിൽ മരിക്കുന്നവർക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല. അവര് വിശ്രമത്തിലേക്ക് മടങ്ങി പോവുകയാണ്. മരണമെന്ന യാഥാർത്ഥ്യം എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ കടന്നു വരുന്നതാണ്. അതുകൊണ്ട് യേശു ഉണ്ടെങ്കിൽ ഒരല്പം പോലും നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ആമേൻ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ യേശു രക്ഷകനായി ഉണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആശ്വാസവാക്കുകൾ അറിയിച്ച കർത്താവിന്റെ ദാസനോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു.